കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ തിരുമായി സ്നേഹിക്കുന്ന സുഹൃത്ത് പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, മറ്റുള്ളവരോട് ഉള്ള കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ ഉള്ള ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ മാതൃകയാണല്ലോ കർത്താവെ. അങ്ങ് കർത്താവെ, അങ്ങയുടെ മാതൃക പിന്തുടരുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് പഠിക്കുന്നതിന് ആവശ്യമുള്ള ജ്ഞാനവും വിവേകവും സ്വർഗത്തിലെ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമുള്ള ആരോഗ്യവും ബലവും നിന്ന് കാത്തുകൊള്ളണമേ. വന്നിരിക്കുന്ന ഓരോരുത്തരും ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വലിയ ശുശ്രൂഷയില് കർത്താവെ അതിനുവേണ്ടി കർത്താവെ ഒരുക്കപ്പെടുമ്പോൾ ഇങ്ങനെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിളിയെ കുറിച്ചുള്ള ബോധ്യത്താനങ്ങളെ നിറയ്ക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്പർ എനിക്കിവിടെ കിട്ടിയ അനുസരിച്ച് മൊത്തം 26 പേരോളം ഉണ്ടായിരുന്നു ഇവിടെ. എത്ര പേര് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അസൈൻമെന്റ് കിട്ടിയിട്ടുള്ള ഒരു 10 താഴെ ഉള്ളതാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് നല്ല ശതമാനം പേര് അസൈൻമെന്റ് ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു സീരിയസ് ഇഷ്യൂ ആണ് ശരിക്കും. കാരണം അസൈൻമെന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഡേറ്റിന് തന്നെ തരണം. അപ്പം എനിക്ക് തോന്നുന്നു 10-ാം തീയതി നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം അത് തരാനുള്ളവരത് ഉപേക്ഷ വിചാരിക്കരുത്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ, അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ മാർക്കിംഗ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കൗൺസിലിങ്ങിന്റെ ചില ക്ലാസ്സുകൾ കഴിഞ്ഞല്ലോ. തിയറി പാർട്ട് അനീഷ മാഡം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കോൺഷ്യൻസിനെ കുറിച്ച് ക്ലാസ് ബിനുരാജ് സാർ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി ആണല്ലോ വിഷയം. അതിനകത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്ന പാർട്ടിന്റെ ആരംഭമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കൗൺസിലിങ്ങിനെ പറ്റിയുള്ള ഇൻട്രഡക്ഷന് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. തിയറിറ്റിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല, മോർ ദാൻ ദാറ്റ് നമ്മൾ ഇതിന്റെ കൗൺസിലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അത് അപ്പം അതുകൊണ്ട് ഈ ക്ലാസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. ആ പ്രായോഗിക വശത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതേസമയത്ത് മറ്റെല്ലാം തിയറിറ്റിക്കൽ ക്ലാസ്സുകളായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം കൗൺസിലിംഗ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചേഞ്ചിന്റെ ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ പഴയതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സാമൂഹിക ബന്ധങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ വലിയ വ്യത്യാസങ്ങൾ വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്റെ പശ്ചാത്തലത്തില് നമ്മുടെ കൾച്ചറിന് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാവ് ഹാപ്പൻഡ്
because of the globalization. കൂടുതൽ ഇന്ററാക്ഷൻ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും തമ്മിൽ വന്നിട്ടുണ്ട്, വ്യക്തികൾ തമ്മിൽ വന്നിട്ടുണ്ട്, നോളജ് വൈസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ ഒക്കെ യൂസേജ് മറ്റ് രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത രീതിയിലോട്ടൊക്കെ വളർന്നിട്ടുണ്ട്. മറ്റ് കൾച്ചറുകളുമായിട്ട് ഇന്ററാക്ഷൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു വലിയ ചേഞ്ചിന്റെ ഒരു 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 സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചേഞ്ച്, കൾച്ചർ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുമല്ലോ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇൻട്രഡക്ഷൻ തന്നായിരുന്നു, എന്നാലും ഞാൻ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്കറിയാം, ട്രഡീഷൻസ് ഹാൻഡ് ഓവർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻസ്. നമ്മൾ ട്രഡീഷൻസ് ഉണ്ട്, ഓരോ ജനറേഷനിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓരോ സ്ഥലത്തിനും പ്രത്യേകമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഡ്രസ് കോഡ് അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഹാബിറ്റ്സ്. ഓരോ സ്ഥലത്തിനും അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികളുണ്ട്, അതുപോലെ തന്നെ ഡ്രസ് കോഡുണ്ട്. പല രാജ്യങ്ങൾക്കും ഉണ്ട്. നമുക്കറിയാം, പല രാജ്യങ്ങളുടെയും സ്റ്റോളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രത്യേകിച്ചുള്ള ഡ്രസ് കോഡും കൾച്ചറും ഒക്കെ നമ്മൾ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫുഡിന് ഭയങ്കര വ്യത്യാസം. നമുക്കറിയാം, കഴിഞ്ഞ ഇപ്പൊ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്നത് എന്തുവായിരുന്നു? പണ്ടൊക്കെ ആണെങ്കിൽ കപ്പയും കഞ്ഞിയും അല്ലെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറി, അല്ലെ ഉപ്പുമാങ്ങ ഇട്ടത് അല്ലെങ്കിൽ മീൻ ചട്ടിയിൽ വേവിച്ചത്, ഇത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഉണ്ടായ അടുത്ത തലമുറ വന്ന സമയത്ത് അതിൽ നിന്നൊക്കെ മാറി, ഫുഡ് ഹാബിറ്റ്സ് മാറി, അതുപോലെ തന്നെ ഡ്രസ് കോഡിനും വ്യത്യാസം വന്നു. ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ ഇപ്പം നമുക്ക് കൂടുതലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടും സുലഭമായിട്ടും കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദ യങ്ങർ ജനറേഷൻ പ്രിഫർ ദാറ്റ് ആയിട്ട്. അപ്പം പഴയ ആൾക്കാരും അല്ലെങ്കിൽ പഴയ ജനറേഷനും പുതിയ ജനറേഷനും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിനകത്ത്. ഡ്രസ് കോഡ് നമുക്കറിയാം, പ്രായമുള്ളവർ ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പിള്ളേരെ ഡ്രസ്സ് ചെയ്തിറങ്ങുമ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെയാണോ ഇടുന്നത്, ഒരു മനമര്യാദക്കൊക്കെ വേഷം ഇടാൻ മേലെന്നൊക്കെ ചോദിക്കും. അപ്പം വാസ്തവത്തിൽ ഇന്നത്തെ ജനറേഷൻ അവര് മറ്റുള്ള കൾച്ചറൊക്കെ ആയിട്ട് യോജിച്ചു കഴിയുമ്പോൾ അവരതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. പഴയ കാര്യങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പഴയ ഡ്രസ്സുകളൊക്കെയാണ്. നമ്മള് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സമയത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, ഇപ്പൊ പഴയ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ എല്ലാം ആകട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്ര ഈസി അല്ല. അതുപോലെ ലാംഗ്വേജ് ഇസ് എ പാർട്ട് ഓഫ് കൾച്ചർ. ലാംഗ്വേജ് എന്നാ, നമ്മുടെ മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് ബിക്കേം എ വിൻഡോ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ടും, അതുപോലെ മലയാളം മീഡിയം സ്കൂൾസ് തന്നെ ഇപ്പൊ ഇല്ല, എല്ലാം ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾസ് തന്നെ ഇംഗ്ലീഷ് മീഡിയം ആക്കി. കാരണം മലയാളം കൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പൊ ഈ ലാംഗ്വേജിന്റെ പ്രശ്നമല്ല അത്. നമുക്കറിയാം, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ലാംഗ്വേജ് ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പം സംസ്കൃതത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. എന്നാൽ സംസ്കൃതം ഇപ്പൊ എവിടെ ഉപയോഗിക്കുന്നത്? ഷെൽഫയിലാണ്. ഷെൽഫയിൽ കുറെ സംസ്കൃത ബുക്കുള്ളതല്ലാതെ നോബഡി ഈസ് യൂസിങ് ഇറ്റ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിന്റെ പ്രശ്നമല്ല, അത് ഉപയോഗിക്കാതിരിക്കുന്നത് കാരണം അതിന്റെ ഇറോഷൻ ഓഫ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതിന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ പല അറിവുകളും നാട്ടുവൈദ്യങ്ങളും അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം അടുത്ത ഒരു 2-3 തലമുറ കഴിയുമ്പോഴത്തേനും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളൊരു പുതിയ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത് ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്. ഇംഗ്ലീഷ് അറിയാൻ അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും അറിയത്തില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് യങ്സ്റ്റേഴ്സ് എത്തുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് അല്ലാതെ നമ്മുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, റിലീജിയസ് ബിലീഫിനകത്ത് തന്നെ
ഇപ്പോൾ പഴയ ട്രഡീഷൻസ് ഒക്കെ എല്ലാ ഡിനോമിനേഷനിലും യങ്സ്റ്റേഴ്സ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് വി കനോട്ട് ഫോളോ ഇറ്റ്, വൈ ഡു ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യത്തിൽ എന്തിനാണ് വരുന്നത്? അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഉപവാസ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ പറയുന്ന സമയത്ത് അതിനോടുള്ള വൈമുഖ്യം ഞങ്ങൾക്കറിയാം. വി ഫീൽ ബോർ ആക്ച്വലി. 20-25 മിനിറ്റ്സ് കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഇല്ല. പിന്നെ എന്തിനാ നിങ്ങളെ നിർബന്ധിച്ച് ജയിപ്പിക്കുന്നത്? അപ്പൊ അങ്ങനെ റീസൺ ഔട്ട് ചെയ്യാനും, അപ്പൊ ഈ എക്സ്പ്രഷൻ ഓഫ് റിലീജിയസ് യുനോ ആ കാര്യങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആർട്ട് എന്ന് പറയുന്നത് പഴയ ആർട്ട് ഫോംസ് എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ തിരുവാതിരകളി, അല്ലെങ്കിൽ കൈകൊട്ടിക്കളി, അല്ലെങ്കിൽ മോഹിനിയാട്ടം, കഥകളിയൊക്കെയാണ്. അതൊക്കെ മാറി ഇപ്പൊ സിനിമാറ്റിക് ഡാൻസും അങ്ങനെയുള്ള മൈമ്, അങ്ങനെയുള്ള പുതിയ കലാരൂപങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ആൻഡ് യങ്സ്റ്റേഴ്സ് ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ആക്ച്വലി. അതുപോലെ ആർക്കിടെക്ചർ, പഴയ കെട്ടിടത്തിന്റെ രീതിയിലാണോ ഇപ്പൊ കെട്ടിടം പണിയുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് തലമുറകൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് ആകെപ്പാടായി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സംഗതികൾക്കൊക്കെ സംഭവിക്കുന്നത് ബന്ധങ്ങളിലുള്ള വിടവാണ് ശരിക്കും. പണ്ട് പിന്നെ ജോയിന്റ് ഫാമിലിയുടെ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ആയിരിക്കുക അവിടുത്തെ കാരണവരെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു മറന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, ഒരു പരിധി വരെ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി, ന്യൂക്ലിയർ ഫാമിലീസ് ആയി, വിമൻസ് എംപ്ലോയ്മെന്റ് വന്നു. അപ്പം എവറിത്തിങ് ഈസ് ചേഞ്ച്. ഇപ്പൊ രണ്ടുപേര് ജോലി ചെയ്താൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേർക്ക് ജോലിക്ക് പോകണം. അപ്പൊ അടുക്കളയിലെ ജോലി വരുന്ന രണ്ടുപേരും കൂടെ ചെയ്യേണ്ടി വരും. പണ്ടത്തെ കാലത്ത് ഒരു ചായ എടുത്തോണ്ട് പോവാ, കടുങ്കാപ്പിഞ്ഞ് എടുത്തോണ്ട് പോവാ, തുണി നനച്ചില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിപ്പം. അതുപോലെ അങ്ങോട്ട് ചെന്ന് അഭിസംബോധന ചെയ്യുന്നത് അല്ലെ, പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ചേട്ടാന്നും അല്ലെങ്കിൽ അച്ചായാന്നും അച്ചാച്ചെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പേര് വിളിക്കും. പേര് തന്നെയാണ് ചിലപ്പോൾ ഇടാപെടാതെ വിളിക്കുന്നത്. ആൻഡ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അപ്പം അതിനെ നമ്മള് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്ന കാഴ്ചപ്പാടിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതുകൊണ്ടൊക്കെയുള്ള ഈ വലിയ ചേഞ്ചസ് ഈ കൾച്ചറലായിട്ടും പൊളിറ്റിക്കലായിട്ടും റിലീജിയസ് ആയിട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വ്യത്യാസങ്ങൾ, ലോകത്തിലുണ്ടായിക്കൊണ്ടിരുന്ന വ്യത്യാസങ്ങൾ, ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി. ആശയ വിനിമയത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് എങ്ങനെ നമുക്കത് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും? അതോ എന്നൊക്കെ പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുമോ? എത്ര പേര് അംഗീകരിക്കുമോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, രണ്ടുപേര് വീട്ടിൽ ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയറിന് വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ, ഈ അറ്റൻഷൻ ശരിയായിട്ട് ചിലപ്പം ഒരു ആൾക്ക് വീട്ടിൽ കിട്ടിയില്ലെന്ന് വരും. കിട്ടാതിരിക്കുകയാണെങ്കിൽ ഒരു അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു വരാം. വേറെ ചിലർക്ക് അതല്ല, അവരുടെ പെർഫോമൻസ് ശരിയാകുന്നില്ലെങ്കിൽ ഒരു ആകുല ചിന്ത, ആങ്സൈറ്റി ഡിസോർഡർ വരും. അപ്പം ആകുല ചിന്തകള്, അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ സമൂഹത്തിൽ ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ടുള്ള പ്രശ്നമായതൊക്കെ എന്താ, ആകുല ചിന്തയും അപകർഷതാബോധവും അതുപോലെ സമ്മർദ്ദങ്ങള്, അങ്ങനെയുള്ള പല കാര്യങ്ങള് വളരെ കോമൺ ആയിപ്പോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു കാലയളവില് എങ്ങനെ നമുക്ക് യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ മനസ്സുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും? ക്രിസ്തുവിന്റെ ഭാവം ഇവിടെ എങ്ങനെ ആയിരിക്കും, എങ്ങനെയാണ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ളത് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ കൗൺസിലിംഗ്, ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്ത്യൻ കൗൺസിലിംഗും സെക്കുലർ കൗൺസിലിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്.
സെക്കുലർ പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തില് ക്രിസ്ത്യൻ കൗൺസിലിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നു, എന്താണ് അതിനെക്കുറിച്ചുള്ള ധാരണകൾ എന്നൊക്കെ ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെ നമ്മൾ ഈ വിശ്വാസിയാണെന്ന് പറഞ്ഞ ഉടനെ എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെയായിരിക്കും ആൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, യേശുവിന്റെ മനോഭാവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യേശുവിന്റെ മനോഭാവം ഉള്ളവരായിരിക്കും. യേശു എങ്ങനെയാണ് മറ്റുള്ളവരെ ഇടപെട്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിയത്, മറ്റുള്ളവരെ അംഗീകരിച്ചത് എങ്ങനെയാണ്, മുൻവിധി ഇല്ലാതെ എങ്ങനെ പെരുമാറി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൗൺസിലിംഗിൽ. വാസ്തവത്തിൽ പാസ്റ്ററൽ കോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല. എന്നാല് ഉള്ളവര് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോളുണ്ട്, അതിനൊരു വിളിയുള്ളവരായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളില് പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വളരെ ഏറെയാണ് എല്ലായിടത്തും. നമുക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് കൗൺസിലിംഗ് പഠിക്കാനുള്ള ഒരു കാരണം ചിലപ്പോൾ അത് തന്നെയായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഒന്നും മനസ്സിലാവുന്നില്ല. ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അമ്മായിമ്മയെ മനസ്സിലാവുന്നില്ല, പിള്ളേരെ മനസ്സിലാവുന്നില്ല. എന്റെ കുഴപ്പമാണോ, അത് ഞാൻ എന്നാ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് പഠിക്കാം. അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാരെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, ഡിപ്രഷനിലോട്ട് പോകാം, വിഷാദങ്ങൾ വരാം. അതുപോലെ ശരിയായിട്ട് ജോലിയിലും ഒക്കെയുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോവാം. അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നല്ല ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നമുക്ക് വളരെ ശുഷ്കമായിട്ട് പോകുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രശ്നം വരുന്നു. ഒന്നും നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥ. എന്നാ ചെയ്യേണ്ടത്? അങ്ങനെ ഈ സങ്കീർണതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ നടുവിലാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പല മേഖലകളിലും നേട്ടങ്ങൾ ശാസ്ത്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ലോകം കൈവരിക്കുന്നുണ്ട്. എന്നാല് ജീവിതത്തിന്റെ ഒരു സ്വച്ഛതയും സന്തോഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായി ഈ കാലഘട്ടത്തിൽ. അവിടെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ പലപ്പോഴും അതൊരു ഒരു ഒരു നാഗരികതയുടെ പരിവേഷം അല്ലെ. ഓൾ ദ വില്ലേജസ് ബിക്കെയിം ഒരു 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 ടൗൺ ലൈക്ക്, അല്ലെങ്കിൽ ഒരു നാഗരികതയുടെ ഒരു പര്യായമായിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ഈ കാർഷിക മേഖലയും അതുപോലെ തന്നെയുള്ള നാട്ടിൻപുറത്തുള്ള മനുഷ്യരെല്ലാം വിദേശത്തേക്ക് പോകാൻ തുടങ്ങി. അവിടെ ചേക്കേറാനായിട്ടും താമസിക്കാനും ഒക്കെ ആയിട്ട് ആരംഭിച്ചു. അപ്പൊ ഇത് വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള മഹാഭൂരിപക്ഷം പിള്ളേരും UK-ലും കാനഡയിലും ഒക്കെ പോയി കഴിഞ്ഞു. അപ്പൊ അവരുടെ ഗ്രാമത്തിന്റെ പരിശുദ്ധിയും ആ ചിന്തകളും അല്ലെ ഗ്രാമാന്തരീക്ഷവും ഒക്കെ വിട്ടുമാറി ഒരു നാഗരികതയുടെ ഒരു ഭാവത്തിലായി കഴിഞ്ഞു. മാനസികമായിട്ട് ഇങ്ങനെയുള്ള പറിച്ചുനടലുണ്ടല്ലോ നമ്മുടെ, അത് മാനസികമായിട്ട് പലരെയും ബാധിക്കുന്നുണ്ട്. പലരുടെയും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നത്, സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുക. നമുക്കറിയാം നമ്മുടെ വിദേശങ്ങളിൽ പോലും പല പിള്ളേരും ഇപ്പം സൂസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർ വലിയ ഭീമമായിട്ടുള്ള തുക ഇവിടുന്ന് എടുത്താണ് അവിടെ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ട തരത്തിലുള്ള ജോലിയോ കാര്യങ്ങളോ ശരിയായില്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇത് വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിന്റെ സുരക്ഷിതത്വ ബോധം, സെക്യൂരിറ്റി ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. പലരും അന്യദേശത്ത് പരദേശികളായിട്ട് ജീവിക്കുക. ഞാൻ പറയല്ല, ആൾക്കൂട്ടത്തിൽ തലയില്ലാത്തവരായിട്ട് ആൾക്കൂട്ടത്തിലുണ്ട്, പക്ഷെ അവർക്കൊരു ഐഡന്റിറ്റി അവിടെ ഇല്ല.
ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ക്രൗഡ് ഇസ് നോട്ട് എ കമ്പനി, ഫേസസ് ആർ ബട്ട് എ ഗാലറി ഓഫ് പിക്ചേഴ്സ്. ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയല്ല. നമ്മുടെ മനസ്സിന്റെ ഒരാവശ്യമാണ് മറ്റുള്ളവരെ നമ്മളെ മനസ്സിലാക്കുക, അംഗീകരിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് സ്നേഹം ഒക്കെ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ആ അർത്ഥത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പൊ ഈ രണ്ട് കൽപ്പനകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈയിടെ ഒരു റിസർച്ച് നടന്നതായിട്ട് ഞാൻ കേട്ടു. അത് ഏകദേശം 1000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിസർച്ചായിരുന്നു. 1000 പേരെ 80 വർഷം എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ മരിച്ചുപോയവരെ അവർ റീപ്ലേസ് ചെയ്തു. അവരുടെ വിഷയം ഇതാണ്: മനുഷ്യ ഹൃദയത്തിന് ഇങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റും, മനുഷ്യ ഹൃദയത്തിലെ ഒരു പൂർണ്ണത എപ്പോഴാണ് വരുന്നത്, ഇതായിരുന്നു അവരുടെ വിഷയം. അവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നല്ല ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യവും മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യവും ബലവും ദീർഘായുസ്സും ഒക്കെ നൽകുന്നത് നല്ല ബന്ധങ്ങളാണെന്ന് കണ്ടുപിടിച്ചു. അതിനപ്പുറം വേറെ ഒന്നുമില്ലെന്നു ഒറ്റ വാക്കിൽ പറഞ്ഞ. ഇന്ന് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാ. നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അവിടുത്തെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ബന്ധങ്ങളാണ്. നമ്മൾ ചർച്ചിൽ പോയി ബാക്കിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും പിരിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ പിന്നെ ഗിഫ്റ്റുകൾ എല്ലാം നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അർത്ഥവത്തായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ സ്വസ്ഥത ഒരിക്കലും ലഭിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട് എന്നാണ്. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്ന. ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്ത, ഇന്ദ്രിയജയം. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മളെ ലോകപ്രകാരം ഞാനിത് പറയാൻ കാരണം, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ലോകക്കാർ എങ്ങനെയാ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. വാട്ട് ഈസ് സക്സസ് ഇൻ ദി ഐസ് ഓഫ് ദ വേൾഡ്? ലോകത്തിന്റെ പിന്നെ കാഴ്ചപ്പാടില് എന്താണ് സക്സസ് എന്ന് പറയുന്നത്? ഇല്ല, ഒന്നാമതായിട്ട് പണമാണ്, അല്ലേ? പണം ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്നുള്ളൊരു അർത്ഥമാണ്. പിന്നെ സ്ഥാനമാനങ്ങൾ, പിന്നെ ഒരു സെലിബ്രിറ്റി ആകുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സക്സസിന്റെ. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിത്തീരുക. എന്നാല് ക്രിസ്തീയ ജീവിതത്തിലെ യേശു കർത്താവിന്റെ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, വാല്യൂസ് ഓഫ് ലൈഫില് അവിടെ സക്സസ് എന്ന് പറയുന്ന ആരാ? മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, അല്ലെ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആത്യന്തികമായിട്ട് കർത്താവിന്റെ വാല്യൂ സിസ്റ്റത്തിനകത്ത് ആ വാല്യൂ സിസ്റ്റവും ലോകത്തിന്റെ വാല്യൂ സിസ്റ്റവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയാന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നു. വേർഡ് ഇൻ ദ വേൾഡ്, ദൈവവചനം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആണ് നമ്മൾ എവിടെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ വാല്യൂസ്, സ്വർഗീയമായിട്ടുള്ള മൂല്യങ്ങൾ, അല്ലെങ്കിൽ കിങ്ഡം വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാ. അവരാണ് ഭാഗ്യവാന്മാർ എന്ന് വേദപുസ്തകം പറയുന്നത്. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാല്, ഭാഗ്യവാൻ എന്നുള്ളതിന്റെ ഒരു ഗ്രീക്ക് പദം മക്കാരിയോസ് എന്നാ. മക്കാരിയോസ്
മക്കാരിയോസ് എന്ന് പറഞ്ഞാൽ ചില തിരുമേനിമാരുടെയൊക്കെ പേരുണ്ട് മക്കാരിയോസ് എന്ന്. അതിന്റെ അർത്ഥം ഹാപ്പിനെസ് എന്നാ അതിന്റെ അർത്ഥം, സന്തോഷം. മക്കാരിയോസ്. ആർക്കാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, അല്ലെ? സൗമ്യതയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇതാണ് കർത്താവിന്റെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ക്രിസ്തീയമായിട്ടുള്ള വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതേസമയത്ത് ലോകപ്രകാരം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്നെ തിരിച്ചറിയുക. ഈ ലോകത്തിന് അനുരൂപമാകുന്ന രീതിയിൽ ഞാൻ ഇത്രയും വർഷങ്ങൾ എനിക്ക് പലരോടും ഇടപെടാനായിട്ടുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ ലോകപ്രകാരം ചിന്തിച്ച് സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും സ്റ്റാറ്റസിനും ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ there is an end to this actually. നിത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ലഭിക്കത്തുള്ളൂ. അല്ല, ഫിലിപ്പിയർക്ക് പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ നന്മയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും അതൊക്കെയും ചിന്തിച്ചോളുവീൻ. എന്നാൽ അല്ലെ, ആ വാക്യം ഒന്ന് വാക്യം ആരെങ്കിലും 4:8 തോന്നുന്നു. പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊടുപ്പിൻ. അടുത്ത വാക്യങ്ങളുടെ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സത്യവും പറയുക, നീതിയും പറയുക, ഉന്നതവും പറയുക, മറ്റുള്ളവരുടെ കുറ്റവും പറയുക, അവരെ ന്യായം വിധിച്ചതിന് ശേഷം കർത്താവ് എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമാധാനം നമുക്ക് ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? വല്ലവർക്കും ആണോ? ആർക്കാ? നമുക്ക് തന്നെയാ. നമ്മുടെ സമാധാനക്കേടിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അങ്ങനെയാ വേദോത്സവം പറയുന്നത്. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രമേ ഒരു ചേഞ്ചിന് സാധ്യതയുള്ളൂ. നമുക്ക് വേറൊരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റൂ? സ്വന്തം മക്കളെ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനും തീരുമാനം എടുക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൗൺസിലിങ്ങിന്റെ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അതിലുപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തിയിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവം കൂടെയാണ്. അതുകൊണ്ട് ക്രിസ്തീയ കൗൺസിലിങ്ങിന്റെ അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അങ്ങേപ്രായം. പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷനിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം നമുക്ക് കൊടുക്കാനായിട്ട് പ്രയാസം വരും. കൗൺസിലിംഗ് പഠിക്കുന്നത് പലർക്കും പല ഉദ്ദേശമുണ്ട്. ചിലർ ഒത്തിരി പേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഇത് കൊള്ളാമല്ലോ, എല്ലാവരുടെയും സീക്രട്ട് നമുക്ക് അറിയാൻ പറ്റും, എന്നാ പിന്നെ കൗൺസിലിംഗ് പഠിച്ചേക്കാം. പലരോടും ഇടപെടാനുള്ള ഒരു അവസരം ലഭിക്കും. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും. അവിടെ തീരുമാനം എടുപ്പിക്കാൻ പറ്റും. നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങളൊക്കെ പോകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൗൺസിലിങ്ങിന് പോകരുത്. നമ്മുടെ ജീവിതത്തിലുള്ള ചേഞ്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നൊക്കെ പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ബന്ധത്തിലുണ്ടാകുന്ന ചേഞ്ച് അത് അപ്പൊ മറ്റുള്ളവരെ നമ്മുടെ കൗൺസിലിങ്ങിന്റെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും യഥാർത്ഥത്തിൽ ദൈവസ്നേഹം നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഈസിയാണ്. നമുക്ക് മറ്റുള്ളവരെ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പലർക്കും കൗൺസിലിംഗ് പഠിക്കും. ചിലർ സാമ്പത്തികതയാണ് നോക്കുന്നത്. അതിൽ പല സെഷൻസ് വെച്ച് സാമ്പത്തികത ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശമായി തീരരുത് ക്രിസ്തീയ കൗൺസിലിംഗ്. ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ മറ്റുള്ളവർക്ക് പരദേശികളായിട്ട് ഒക്കെ
ജീവിക്കുമ്പോൾ നമ്മുടെ ആ കൂട്ടുകുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ആ ഭദ്രതയുണ്ടല്ലോ, ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ്. ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ട്, അവിടെ ചെന്ന് പറയുമ്പോൾ അവര് സാരമില്ല മോനെ, അത് സാരമില്ല, നമുക്ക് പരിഹരിക്കാം കാര്യം. ഒരു കൂട്ടം ജനങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ഇന്ന് കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി വീട്ടിൽ വരുമ്പോൾ അപ്പനും അമ്മയും തമ്മിൽ വഴക്കാം, അവര് തമ്മിലും ഒരു യോജിപ്പില്ല. ആരാവിടെ പറയുന്നത്? അപകർഷതാബോധം. ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴത്തേന് അപ്പനെ അമ്മയും തലേദിവസം പറഞ്ഞ ചീത്തയൊക്കെ മനസ്സിൽ വരിക, ഞാനിങ്ങനെ ഒരു വൃത്തികെട്ട വീട്ടിൽ നിന്നാണല്ലോ വരുന്നതെന്നുള്ള ചിന്ത വരിക. ഇതെല്ലാം വരുമ്പോൾ വിഷാദവും അപകർഷതാബോധവും എല്ലാം പിള്ളേർക്ക് വരും. സൊല്യൂഷൻ പറയാൻ ആരുമില്ല. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിരിവ് മാത്രമേ ഉള്ളൂ. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അല്ലെ, ഈ പിന്നെ ചേർച്ചിനെ കുറിച്ച് പറയുന്നത് ഈ ചർച്ച് ഇസ് നോട്ട് എ ഹോട്ടൽ ഫോർ ദ സെയിൻസ്, ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ഫോർ ദ സിന്നേഴ്സ് എന്നാണ്. അവിടെ പോയത് കൂട്ടായ്മയും കൂടി കപ്പയും കറിയെല്ലാം കൂടെ കഴിച്ച്, അല്ലെങ്കിൽ പൊറോട്ട ഇറച്ചിയെല്ലാം കഴിച്ച് ബിരിയാണിയും കഴിച്ച് ഹാപ്പി ആയിട്ട് മടങ്ങി പോരുക എന്നുള്ളത് തന്നെയല്ല. അതിപ്പോൾ നല്ല കാര്യം, ഇടയ്ക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ഫോർ സിന്നേഴ്സ്. നമ്മളെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മളെ സ്നേഹിക്കപ്പെടുവാൻ, നമ്മളെ അംഗീകരിക്കപ്പെടുവാൻ ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ചർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചർച്ചിനെ ദൈവം അത് ആ രീതിയിൽ ദൈവം ഉദ്ദേശിച്ചതിന്റെ കാരണം അതാ. അപ്പൊ അതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും അതാണ് ചർച്ചിന്റെ സമാധാനം. ചിലർക്ക് പള്ളി ചെന്ന് കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടെ പോകും. പ്രത്യേകിച്ച് കമ്മിറ്റി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് പിന്നെ ഉള്ള സമാധാനം പോകും. പാസ്റ്റർമാർക്കും അങ്ങനെ തന്നെ, അച്ഛന്മാർക്കും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞ നമ്മുടെ ഫോക്കസ് മാറി എന്നുള്ളതാണ്, ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയും. അപ്പൊ അവിടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു കൗൺസിലിംഗിൽ നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ആക്ച്വലി നമ്മൾ മനുഷ്യ മനസ്സെന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞ പോലെ ഇതൊരു മഹാസാഗരമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൈവവുമായിട്ട് ഒരു ആഴമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ കൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, യേശു കർത്താവിന്റെ ജീവിതത്തില് അനേകം പേര് കർത്താവിനെ പിന്തുടർന്നു. ദ മൾട്ടിറ്റ്യൂഡ് ഫോളോഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാവും. പുരുഷാരം അവനെ പിൻഗമിച്ചു. അതിന്റെ കാരണങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് 2-3 കാരണങ്ങളാണ്. ഒന്ന്, ജീസസ് ലവ്ഡ് ദ ക്രൗഡ്. യേശു പുരുഷാരത്തെ സ്നേഹിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പുരുഷാരത്തെ സ്നേഹിച്ചു. സ്നേഹത്തിന് മുമ്പിൽ ആരും കീഴടങ്ങും? നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം. ഇടയനില്ലാത്ത ആടുകളെ പോലെ മനുഷ്യന് നടക്കുന്നത് കണ്ട് കർത്താവ് കരഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ സ്നേഹം. 2, തന്റെ ലാവണ്യ വാക്കുകൾ, തന്റെ ടീച്ചിങ്സ്. ദിവസങ്ങളോളം ആൾക്കാരിരുന്ന് കേൾക്കുമായിരുന്നു. വളരെ മനോഹരമായിട്ട് ഉപമകളാലും ഒക്കെ കർത്താവ് സംസാരിക്കുമായിരുന്നു. 3ാമത് കർത്താവ് ഒരു കാര്യം ചെയ്തു. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഇതായിരുന്നു കർത്താവിന്റെ മനോഭാവം. ഇതുകൊണ്ടാണ് പുരുഷാരം കർത്താവിനെ പിന്തുടർന്നത്. ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മുടെ കൗൺസിലിംഗ് മിനിസ്ട്രിയിൽ അതൊരു മിനിസ്ട്രിയാ, അതൊരു ശാസ്ത്രമാണ്. നമ്മൾ അതിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊരു മിനിസ്ട്രിയാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. സമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു മിനിസ്ട്രിയാ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില സെഷൻസൊക്കെ ചിലര് പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വന്നു ബുദ്ധിമുട്ടി 4, 5, 6, 7 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരുന്നിട്ടുണ്ട്. കാരണം അവരെ നമുക്ക് അവരുടെ പ്രയാസത്തിൽ വിടാൻ നമുക്ക് മനസ്സനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി സമയം തീരെ കൊടുക്കുവാനില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കറിവേപ്പില സംസ്കാരത്തിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ അമ്മമാർക്കറിയാം കറിവേപ്പിലയുടെ പ്രത്യേകത എന്നാ? ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുക. ഭക്ഷണം എല്ലാം കഴിയുമ്പം പാത്രത്തിന്റെ അറ്റത്തെല്ലാം കരിവേപ്പില ഇരിക്കുന്നത് കാണാം.
അപ്പോൾ കറിവേപ്പില സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരമുണ്ട്. യൂസ് ആൻഡ് ത്രോ കൾച്ചർ എന്നതിന് പറയുന്നത്. ഇന്നത്തെ നമ്മളൊരു ബാങ്കിൽ ചെല്ലാനും ഒക്കെ അവർ നമ്മളെ വളരെ എന്റർടൈൻ ചെയ്യും. നമ്മുടെ മാനസികതയിലൊക്കെ അവർ പഠിച്ചതിന് ശേഷം നമ്മുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ നമ്മളെ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് നമ്മുടെ കിട്ടുന്ന പൈസയെല്ലാം നമ്മുടെ ഇത് മേടിച്ച് അവർ ഡെപ്പോസിറ്റ് ചെയ്യും അവരുടെ ബാങ്കിൽ. പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ആലുവായി വെച്ച് കണ്ട പരിചയം കാണിക്കുകയില്ല. അവരുടെ ബിസിനസിന്റെ ഭാഗമാണ്. ആദ്യമേ പെരുമാറുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, യോ ദൈവമക്കൾ എന്ന് പറയുന്നവരെ കഴിഞ്ഞും കൂടുതൽ നന്നായിട്ടാണ് ഇവരൊക്കെ പെരുമാറുന്നത്, എന്ത് നല്ലവർ മനുഷ്യരവര്, ഇതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ പറയുന്ന എല്ലാം പേഷ്യൻസോടെ കൂടി കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ കാര്യം നേടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെ കരിവേപ്പില സംസ്കാരം എന്നതിന് പറയുന്നത്. അവിടെ മനുഷ്യന്റെ മൂല്യം എന്നൊക്കെ പറയുന്നത് ഒരു ഉൽപാദനത്തെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിച്ചിരിക്കുന്നവര്. അല്ല, മനുഷ്യന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. എൻ്റെ കാശുണ്ടോ എനിക്ക് വിലയുണ്ട്, എൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എനിക്ക് വിലയുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലോ എനിക്ക് വിലയില്ല. അപ്പം ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള സംഘർഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ ഈ സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടി പല വഴികൾ തേടുന്നവരല്ല. പലരും പരീക്ഷിച്ചു നോക്കും. ചിലർ പോയി 2 ബാറിൽ പോയിരുന്ന് 2 കഴിക്കുകയാണെങ്കിൽ ഒരു സമാധാനം വരും. ചിലർക്ക് പുകവലിയായിരിക്കാം, മറ്റു ചിലർക്ക് പല ഫിലിംസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിരിക്കാം, ചിലർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കി, പലത് കഴിഞ്ഞ് പരാജയപ്പെടുക. അപ്പൊ അവരുടെ വേദന പങ്കിടാൻ ആരും പറഞ്ഞാലാ മനസ്സിലാവുന്നത്. കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് എല്ലാവരും അതറിയും, അല്ലേ? നമ്മൾ വളരെ ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെയാ പറയുന്നത്? എനിക്കൊരു പ്രത്യേക വിഷയം കേട്ടോ, വേറെ ആരും പറയണ്ട, ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ആ പുള്ളിക്കാർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, അത് കാണുമ്പോഴൊന്നും കാണിക്കൊന്നും വേണ്ട, പ്രാർത്ഥനയിൽ ഓർത്തിച്ചാൽ മതി. പാവം പള്ളി വരുമ്പോഴത്തേനും എല്ലാവരുടെയും മനസ്സിലിതുണ്ട്, ഈ പുള്ളിക്കാരത്തിന്റെ ചരിത്രം ഒരാളോട് പറഞ്ഞത് ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനാ വിഷയമാണ്. എനിക്കറിയാം അങ്ങനെ ഒരു കേസ് വന്നൊരു പള്ളിയില് ഒരു ലേഡി ആത്മഹത്യ ചെയ്തു. അവിടുത്തെ ആത്മീയമായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരാളോട് ആ കാര്യം പറഞ്ഞു, ആള് മറ്റുള്ളവരോട് പറഞ്ഞു, അതെല്ലാവരും പറഞ്ഞു. അവസാനം ഈ പറഞ്ഞ ആൾക്ക് ജീവിക്കാൻ പറ്റാതെ വന്ന് ആൾ ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരാശ്വാസത്തിന്റെ മേഖല അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വചനം നമുക്ക് എങ്ങനെ അർത്ഥവത്തായിട്ട് പറയാനായിട്ട് സാധിക്കും? ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്ന, അപഗ്രഥിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് നിങ്ങൾ ഫ്രോയിഡിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ പഠിച്ചതാ. ഫ്രോയിഡിന്റെ മാനസികമായിട്ടുള്ള അനാലിസിസ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അതാ നിങ്ങൾ പല തിയറീസ് അതിനെ കുറിച്ച് പഠിച്ചു. എന്നാൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പം ഒരു ക്ലയന്റ് സെന്റേർഡാണ്. അതായത് ആര് നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്നോ ആ കൗൺസിലിംഗിനും കൗൺസിലറുമായിട്ടുള്ള ബന്ധത്തില് ആ ആളുടെ വിഷയങ്ങൾ കേൾക്കുക, ആളോട് താതാത്മ്യപ്പെടുകയും ആ ആൾക്ക് ആ ഒരു സാഹചര്യത്തില് എങ്ങനെ, ഉപദേശമല്ല വാസ്തവത്തില്, എങ്ങനെ ഹെൽത്തി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്നുള്ള രീതിയിൽ ആളെ എക്യൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അല്ല നമ്മൾ കുറച്ച് ഉപദേശം പറയുന്നത്. ഇപ്പോ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ഗുഹാമനുഷ്യരുണ്ടായിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരവരുടെ ഒരാളോട് പറയും, അല്ലെങ്കിൽ വീട്ടിലുള്ള എൽഡറിനോട് പറയും, അവർക്കൊരു ആശ്വാസം അങ്ങനെ ലഭിക്കും. അത് അന്ന് തന്നെ ഉണ്ട്. അപ്പൊ അവർക്കറിയാം വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ പിന്നീട് അതൊരു സയൻസ് ആയിട്ട് അത് രൂപാന്തരപ്പെട്ടു. അപ്പൊ നമ്മളൊരു കാര്യം ഒരാളുടെ കേൾക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ പോവാതെ ആ ആളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക,
ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നാണെന്ന് മനസ്സിലാക്കി അതിന് പറ്റിയ ഇൻസൈറ്റ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പം അത് വേറൊരു സംഭവമാണ്. മനുഷ്യ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നതാണ് വാസ്തവത്തിൽ സൈക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്, സൈക്കോ തെറാപ്പി എന്ന് പറയും. മനുഷ്യ മനസ്സിന്റെ അഗാധങ്ങളിലേക്ക് നമ്മൾ പോവുക. നമ്മുടെ പണ്ട് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള റിജക്ഷൻ ഫീലിങ്, നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിത്വം, നമ്മുടെ ജീവിതത്തിന്റെ വീക്ക്നെസ്സസ്, കോംപ്ലക്സ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ വെളിയിൽ കൊണ്ടുവന്ന് അതാണ് വാസ്തവത്തിലെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കൗൺസിൽ ചെയ്യുന്ന ആളുടെ വ്യക്തിത്വം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ ആ ലെവലിൽ കണ്ടെത്തുന്ന ഒരു പ്രക്രിയക്കാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സൈക്കോ തെറാപ്പി, സൈക്യാട്രി, കൗൺസിലിംഗ്, ഇതെല്ലാം മൂന്നിന് അർത്ഥമാണ് ശരിക്കും. സൈക്യാട്രി പലപ്പോഴും നമ്മുടെ കെമിക്കൽ ബാലൻസും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മെഡിസിൻ ആവശ്യമുള്ളതിന് ആണ് സൈക്യാട്രി നമുക്ക് കൂടുതലും പ്രയോജനപ്പെടുന്നത്. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് വാസ്തവത്തില് മറ്റ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് പല ടെക്നിക്കുകളിലൂടെയൊക്കെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മരുന്നില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും. അത്യാവശ്യം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ക്ലയന്റിനെ അടിസ്ഥാനപ്പെടുത്തി കൗൺസിലറിന്റെ വ്യക്തിത്വം കൂടെ ഉൾപ്പെട്ട ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉൾക്കാഴ്ചകള് രണ്ടുപേരുമായിട്ടുള്ള ബന്ധത്തില് ഒരാളെ കേട്ടതിന് ശേഷം ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആൾക്ക് വേണ്ട ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്സ് എന്ന് പറയും, ഉൾക്കാഴ്ചകള് കൊടുക്കുക, നൽകി അവരെ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിലെ പ്രശ്നത്തിൽ നിന്നുമൊക്കെ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മേന്മേറിയ ഒരു ശാസ്ത്ര സങ്കേതം കൂടിയാണ് കൗൺസിലിംഗ്. ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് സൈക്കോ അനാലിസിസ് മാത്രമല്ല, അത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു അനുഭവമുണ്ട്. കേട്ടതിന് ശേഷം അത് നമ്മുടെ മനസ്സ് പ്രോസസ്സ് ചെയ്ത് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് സയന്റിഫിക് മെത്തേഡാണ്. അത് നമ്മൾ അതിന്റെ പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പം എന്നാല് ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ഏറ്റവും നല്ല ഒരു നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് ഡി.എച്ച്. പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരാളാണ്. ഡി.എച്ച്. പാറ്റേഴ്സൺ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പൊതുവെ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ള നിർവചനം അത് തന്നെയാണ്. ഈ മാനസിക പിരിമുറുക്കമുള്ള ഒരു വ്യക്തിയാണ് ക്ലയന്റ് എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത് ആര് പ്രശ്നക്കാരുമായിട്ട് ആര് വരുന്നോ അവർക്ക് അവരുടെ പേരാ ക്ലയന്റ്. ഇപ്പൊ മാനസിക പിരിമുറുക്കമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ സഹായിക്കാൻ സാങ്കേതികമായിട്ട് പരിജ്ഞാനമുള്ള മറ്റൊരു വ്യക്തി, അതാണ് കൗൺസിലർ എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഇൻസൈറ്റ്സും നോളജും ഉള്ള ഒരാളാണ് കൗൺസിലർ എന്ന് പറയുന്നത്. വ്യക്തിയും തമ്മിൽ തുടക്കം കുറിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തുടർച്ചയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ വ്യക്തിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗൺസിലറുടെ വ്യക്തിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റുള്ളവർക്ക് ഈ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു ആർട്ട് കൂടെയാണ്. അതുകൊണ്ടാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടും ഒരു സയൻസും എന്ന് പറയാൻ കാരണം. നമ്മൾ പെരുമാറുന്ന രീതി അല്ലേ, നന്നായിട്ട് സംസാരിക്കാനും പെരുമാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ആക്ച്വലി. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ ഒക്കെ തുറന്നു പറയാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാനും അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ ആർട്ട്. അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാരെ കുറിച്ചും കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് സംശയമുണ്ട്. കാരണം വ്യക്തിഗതമായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് സാധിക്കത്തില്ല. അതിന് വിളിക്കപ്പെട്ടവരുണ്ട്. നമ്മുടെ വിളി അതാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക്
ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിഫിക്കേഷൻ ഓഫ് എ കൗൺസിലർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ആളാണോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം ഒരാളെ ഈ ഒരു കൗൺസിലറും കൗൺസിലി തമ്മിലുള്ള ബന്ധത്തിൽ അയാളെ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാനും അതിന് വേണ്ട ഉൾക്കാഴ്ചകൾ നൽകുന്നത് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പരസ്പരമായിട്ട് പരസ്പര ബന്ധത്തിന്റെ ഒരു ആരംഭം തൊട്ട് അവസാനം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ലെവലിൽ വരെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആ ബന്ധം അതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. അപ്പം അതിനുള്ള പരിശീലനം കൗൺസിലർ നേടിയിരിക്കണം. അതിന്റെ പ്രോസസ്സ് നമ്മൾ പഠിക്കുന്ന സമയത്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുകൂടിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ചില കൺവെൻഷന് പ്രസംഗം കഴിച്ചതിന് ശേഷം വിളിച്ചു പറയും, കൗൺസിലർമാർ നിങ്ങളെ സമീപിക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ പലരും വിചാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും തലയെ കൈവച്ച് കൈ തലയെ വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനമുള്ള കാര്യം തന്നെയാണ്. പ്രാർത്ഥന കൊണ്ട് ദൈവം പ്രവർത്തിക്കും. പക്ഷെ വിഷമത്തിയിരിക്കുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധികൾ സംസാരിക്കുന്നതും ആളെ മനസ്സിലാക്കുന്ന ആ പ്രോസസ്സും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മാത്രം ചെയ്യുന്ന ഒരു കാര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാന്നുള്ളതായിരിക്കും നല്ല ഉദ്ദേശത്തോടുകൂടി അത് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ആ ശാസ്ത്രം പഠിച്ച് ചെയ്യുന്നൊരു ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശാസ്ത്രമാണ്, അതുപോലെ തന്നെ ഒരു കലയും കൂടിയാണ്. ഈ കൗൺസിലിംഗ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. ആക്ച്വലി ഒരാർട്ടും സയൻസുമാണ്. നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം. അത് വളരെ വളർന്ന് പന്തലിച്ച ഒരു ഫീൽഡാണ് ഇപ്പോൾ. അപ്പം അതിനി കൗൺസിലിങ്ങിന്റെ ലക്ഷ്യമുണ്ട്, കൗൺസിലിങ്ങിന്റെ പ്രസക്തിയുണ്ട്. കൗൺസിലിങ്ങിന്റെ ലക്ഷ്യങ്ങള് പല ലക്ഷ്യങ്ങളുണ്ട് കൗൺസിലിങ്ങില്. റോജറിന്റെയൊക്കെ അഭിപ്രായത്തില് കൗൺസിലിംഗ് എന്ന് പറയുന്നതിന് പല മാനങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ മാത്രമല്ല, ഒരു വിശാലമായിട്ട് കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് വരിക, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പഠിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, നമ്മുടെ മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആരോഗ്യം എങ്ങനെയാണ്, നമ്മുടെ ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരാളോട് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ആ ആളുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കി, ആ ആളുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് ആ വീട്ടിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് ഈ മനുഷ്യന്റെ ഇയാളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ് ആയിരിക്കും. അതിനുള്ള തിയററ്റിക്കലായിട്ടുള്ള പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനിയും ഈ കൗൺസിലിങ്ങിൽ തന്നെ കൗൺസിലിംഗ് ടെക്നിക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ അതിനകത്തെ പ്രശ്നങ്ങൾ മനസ്സിലാകൂ. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ആ സമയത്ത് വരാം. അപ്പോൾ അത് ഒരു സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ വാസ്തവത്തിൽ നമ്മളും മാറും. വാസ്തവത്തിൽ നമ്മൾ ആരെ കൗൺസിൽ ചെയ്യുന്നോ ആ ആൾക്കും വലിയ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു മനോഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അർത്ഥത്തില് കൗൺസിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഈ കൗൺസിലിങ്ങിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? ഞാൻ പല വ്യക്തികൾക്കും പല പ്രതീക്ഷകളാണ് ജീവിതത്തിൽ. അപ്പം
ഈ പ്രതീക്ഷയെല്ലാം സഫലമായി തീരുന്നതോ അല്ലെങ്കിൽ തീർക്കുന്നതോ അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് വാസ്തവത്തില് എന്തുവാ, ഈ സംഘർഷജന്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുന്നതിനും ഒരു സമഗ്രമായിട്ടുള്ള സാവകാശത്തിലുള്ള ഒരു വളർച്ച ഒക്കെ കൗൺസിലിങ്ങിന്റെ പ്രധാന ലക്ഷ്യമാണ്. അല്ല ഒരാളുടെ ഒരു പ്രശ്നം പെട്ടെന്ന് വരും. എനിക്കറിയാൻ ഓർക്കുന്നുണ്ട്, ഇത് പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. ആള് 45 വയസ്സുള്ള ആൾ. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത് മാറി നിൽക്കുക. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇനിയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് കേട്ട് വന്നിച്ചാൽ മതി, ഞാൻ ഇനിയും ചില കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കത്തില്ല, പറഞ്ഞ് അങ്ങ് തീർക്കാൻ പറഞ്ഞു. ആ പെൺകുട്ടി പിരിഞ്ഞു കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ട്. ഇങ്ങേരുടെ വർത്താനം പറയാൻ പോലും ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല. ഈ പുള്ളി എൻ്റെ അടുത്ത് വന്നിച്ച് പറയുന്നത്, പുള്ളി പറയുന്ന ചില കാര്യങ്ങള് പുള്ളിക്ക് നേരിട്ട് പറയാൻ പറ്റില്ലാത്ത കാരണം ഞാൻ വഴി പറയുക, അറിയിക്കുക, അത്ര പുള്ളി ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കൗൺസിലിംഗ് അല്ല ചെയ്യും. അപ്പൊ എന്നോട് പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിക്കട്ടെ, എന്നിട്ട് പ്രശ്നങ്ങൾ എന്നാണെന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് വേണമല്ലോ നമുക്ക് തീരുമാനിക്കാം. ഞാൻ അവസാനം എന്നോട് സംസാരിക്കാൻ തയ്യാറായി. ആ കൊച്ചു പറഞ്ഞു, ഞാൻ ഒരു കാലത്തും ഈ പുള്ളിയെ വിശ്വസിക്കത്തില്ല ജീവിതത്തിൽ. പക്ഷെ പുള്ളിയുടെ ധാരണ എന്നാ, ഇങ്ങനെ വന്നൊരു കൗൺസിലറോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വിളിച്ച് അവരോട് പറയും, അവര് വിളിച്ച് എന്നാ ശരി, എന്നാ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചേക്കാമെന്ന് പറയുന്നത് താമസിക്കും. പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുക എന്നുള്ളത് മാത്രമേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പിന്നെ ആ പ്രോസസ്സിലൂടെ പോകണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിയെ മനസ്സിലാക്കണം, പുള്ളിക്കാരത്തി പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ടേക്സ് ടൈം. പെട്ടെന്നൊരു കാര്യം പുള്ളിക്കാരത്തി തീരുമാനിക്കത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞേ. പക്ഷെ അന്നേരം അതല്ല നല്ല കൗൺസിലിംഗ് എന്നാ പുള്ളി പറയുന്നത്. പുള്ളി വിചാരിക്കുന്ന കാര്യം അന്നേരം നടക്കണം, അതാ കൗൺസിലിംഗ് പുള്ളിയുടെ കാര്യത്തിൽ. അത് വാസ്തവത്തിൽ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ആ പ്രോസസ്സില് കാര്യങ്ങള് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി ആവശ്യമായിടത്ത് ചേഞ്ചൊക്കെ വരുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. അല്ലാതെ ഓരോരുത്തരുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനകത്തൊരു ആ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് വാസ്തവത്തിൽ വലിയ ഒരു വ്യത്യാസവും ചേഞ്ചും ഒക്കെ വരുന്നത്. അതിന് പ്രത്യക്ഷമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യക്ഷമായിട്ടൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരാള്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ച് കൈക്കൊരു ഒടിവുണ്ടായി. അപ്പൊ ആ ഒടിവ് പ്ലാസ്റ്റർ ഇട്ടുണ്ട് ഇവിടെ വരുന്നത്. അങ്ങനെ വന്ന സമയത്ത് അന്നേരത്തെ ഏറ്റവും വലിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യം എന്ന് പറയുന്നത്, വലിയ ഇമോഷണലി ഭയങ്കര ചാർജ് അപ്പ് ആയിരിക്കുന്ന സമയത്ത് രണ്ടുപേരെയും തണുപ്പിച്ച് ഈ പ്രശ്നത്തിന് സാരമില്ല, ഒരു വൈകാരികമായിട്ട് രീതിയിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കി ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അഷുറൻസ് ആ സമയത്ത് വേണ്ടി. അല്ലാതെ അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുക, ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഗോൾ. അവിടെ അവർക്ക് സമാധാനത്തോടെ തിരിച്ചു പോകത്തക്ക രീതിയിൽ അത് വളരെ ശക്തമായിട്ട് അത് സാധിച്ചു. ഞാൻ പറഞ്ഞു, ആ ആളോട് പറഞ്ഞു, യു ഹാവ് നോ റൈറ്റ് ടു നിന്റെ ഭാര്യയുടെ ദേഹത്ത് ഉപദ്രവിക്കാനുള്ള യാതൊരു അവകാശവും നിനക്കില്ലെന്ന് പറഞ്ഞു. ഇതങ്ങനെ അത് ചെയ്യുന്നത് ഭയങ്കര തെറ്റല്ലേ നീ, ഒരിക്കലും ആവർത്തിക്കാനായിട്ട് പാടില്ല. അപ്പൊ അത് പറഞ്ഞ് ഇവള് പറഞ്ഞ ചില വാക്കുകൾ എന്നെ ഹേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അയക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നിലനിർത്തണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ബൈ ഗോഡ്സ് ഗ്രേസ് ആ ദിവസം തന്നെ അവർ വിചാരിച്ച രീതിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പെണ്ണ് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേസിന് പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ള സംസാരത്തിൽ ആ കുട്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അത് വളരെ സ്ലോ പ്രോസസ്സായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു ഇമ്മീഡിയറ്റ് ഒരു കൗൺസിലിംഗ് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് വളരെ ആ ആളെ, ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയോ അല്ലെങ്കിൽ ബന്ധം വേർപിരിയോ അങ്ങനെയുള്ള ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലോട്ട് പോകാതെ അവരെ കാത്തു സൂക്ഷിക്കുക.
അവരെ സമാധാനപ്പെടുത്തുക എന്നുള്ള അതിന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു അതാണ് പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേറെ പരോക്ഷമായ ലക്ഷ്യമുണ്ട്. അപ്പം അത് സംഭവിക്കുന്ന ഈ ക്ലയന്റും ഈ കൗൺസിലറും തമ്മിലുള്ള ഒരാഴമായിട്ടുള്ള ബന്ധങ്ങളിലോട്ട് കടന്നു പോകും. പിന്നീടാണ് പ്രശ്നങ്ങളുടെ ഒരു അതിനെപ്പറ്റിയുള്ള അനാലിസിസ് നടത്തുന്നത്. ആ അനാലിസിസിലാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു സെക്കൻഡ് ആയിട്ടുള്ള അനാലിസിസിലാണ്. അതാ അതിന്റെ പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതാ കൗൺസിലിങ്ങിന്റെ. ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടൊരു കൗൺസിലിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ വളർച്ചയ്ക്കും വികാസനത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തി പരസ്പരം മനസ്സിലാക്കി അവരെ തന്നെ മനസ്സിലാക്കി മറ്റുള്ളവരെ മനസ്സിലാക്കി തക്കതായിട്ടൊരു ജീവിതം, ഈ 3 ലക്ഷ്യങ്ങളും കൈവരിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയ്ക്കായി പിന്നെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൗൺസിലിങ്ങിന് ഒരു പ്രാരംഭ ഒരു പിന്നെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു പരോക്ഷമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അപ്പം ഒരു ആത്യന്തികമായിട്ടൊരു വികസനം അതാണ് ഈ പിന്നെ കാൾ റോജേഴ്സ് അവിടെ അർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ തീരുന്ന ഒരു കാര്യമല്ല. ലോങ് ടൈമില് അതിനെപ്പറ്റിയുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടുള്ള പിന്നെ അനാലിസിസും നമ്മൾ ചെയ്തുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന. വാസ്തവത്തില് വളരെ പേഷ്യൻസ് നമുക്ക് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ലിസണിങ് പവർ നമുക്ക് ആവശ്യമാണ്. നന്നായിട്ട് നമുക്ക് ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് കൗൺസിലിംഗിന്റെ കൗൺസിലർ ഷുഡ് ബി എ വെരി ഗുഡ് ലിസണർ ആയിരിക്കും. ഒരു കൗൺസിലർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ്, ഇഫ് യു കനോട്ട് ലിസൺ ടു അതേഴ്സ് യു കനോട്ട് ബിക്കം എ ഗുഡ് കൗൺസിലർ ആക്ച്വലി. അപ്പൊ അത് നമ്മുടെ ജീവിതത്തില് അത് അൾട്ടിമേറ്റ് ആണ് നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് ജീവിതത്തിൽ ആവശ്യം വേണ്ടിയ ഒരു ഗുണമാണ് ഈ പിന്നെ ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കൗൺസിലിംഗ് ഒരു സൈക്കോതെറാപ്പിയാണ്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിന്റെ 10 പ്രമാണങ്ങളുണ്ട് കൗൺസിലിങ്ങിന്റെ. അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞാൽ എനിക്ക് എന്താ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞു. ഇറ്റ് ടേക്സ് ഇതൊരു പ്രോസസ്സാണ്. അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഫൈനാൻഷ്യലി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാല് ഒരാള് കടം കയറി ആളെ കടം തീർക്കണം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ എന്താ ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും അങ്ങനെ നടക്കണം നിർബന്ധമില്ല. പിന്നെ കടക്കണി കൊണ്ട് ആളുടെ മാനസികാവസ്ഥ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ, അപ്പൊ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. എല്ലാത്തിനും ഒരു വഴിയുണ്ടല്ലോ, നമുക്ക് അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാം. ഞാനിവിടെ സഹായിക്കാം, എന്തുവാണെന്ന് നമുക്ക് ആലോചിക്കാതെ. പിന്നെ അതിനുള്ള വേ ഔട്ട് ഒക്കെ നമുക്ക് ചോദിച്ച് പ്രായോഗികമായിട്ട് ഒരു സൈക്കോ അനാലിസിസ് ഒക്കെ നടത്തുന്നതിന് പകരം ആ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നാണെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും തരത്തിൽ നമുക്ക് വളരെയെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ ആഴം എന്താണ്, എന്തുകൊണ്ടാണ് ഇതുപോലെ കടക്കണി ഉണ്ടായത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ആ ആളെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുവാണെങ്കിൽ എനിക്കൊന്നൊരു പരിധി വരെ അതിന്റെ പരിഹാരം വരാൻ സാധ്യതയുണ്ട്. വേറെ ചിലർ കാശ് തരുക, അല്ലെങ്കിൽ പിന്നെ ഞാനിത് ചെയ്യുക, എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത് ഒരിക്കലും. മനസ്സിലായി? അവര് നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചേർന്ന് അതിനുള്ള വേ ഔട്ട് നമുക്ക് പല രീതിയിൽ സാമ്പത്തിക ലഭിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇവരെ എക്യുപ്പ് ചെയ്യത്തക്ക രീതിയിൽ അവർക്ക് ആര് കടം കൊടുക്കാറുണ്ട് അവരോട് സംസാരിച്ച് ഇച്ചിരി സമയം നീട്ടിക്കൊടുത്ത് നമുക്ക് പ്രായോഗികമായിട്ട് ചില ആ ഒരു സാഹചര്യം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പൈസ ഒരുപക്ഷെ നമ്മുടെ കൊടുക്കാൻ കാണത്തില്ല, അല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പൈസ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെറിയ പാർഷ്യലായിട്ടുള്ള എമൗണ്ട് കൊടുത്ത്
കിട്ടുന്ന രീതിയിലാണ് അത് ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പറ്റും ഒരു പേഴ്സൺ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പം എങ്ങനെ അവരെ അത് അണ്ടർസ്റ്റാൻഡ്, അവരുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ നമുക്ക് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ്. അതിനാണ് നമ്മള് ഈ കൗൺസിലിംഗ് ടെക്നീക്സ് ഉണ്ട്, ഒരു 8-10 പോയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. കാരണം നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാള് ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ ചെയ്ത് ആളെ പരിചയപ്പെട്ടൊക്കെ എല്ലാം കഴിഞ്ഞ സമയത്ത് ആൾക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് വരത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങളായിരിക്കണം. അതാണ് ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഹിസ്റ്ററി എടുക്കും അത് നമ്മൾ പഠിക്കും. ആള് ജനിച്ചപ്പം തൊട്ടുണ്ടായിരുന്ന പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, പേരൻസിനെ പറ്റി അന്വേഷിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ സമയത്ത് ആളുടെ വ്യക്തിത്വത്തെ കുറിച്ച് കുറെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊരു കൗൺസിലിംഗ് ടെക്നിക്സ് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഓരോരുത്തർ വരുന്നത് ഇപ്പം എന്നും വരത്തൊന്നുമില്ല. നമ്മള് ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ 1 മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് ആണോ കംപ്ലീറ്റ്ലി? അല്ല, ഒറ്റ സിറ്റിംഗ് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ഒരാളുടെ ആ പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ചില കേസസിൽ മെഡിസിൻ ആവശ്യമുള്ളതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മെഡിസിൻ ആവശ്യമുള്ളതാണോ ഇത്, അതോ കൗൺസിലിംഗ് കൊണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഇപ്പം സ്കിസോഫീനിയ എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്കിസോഫീനിയ എന്ന് പറയുന്നത് അതിന് മലയാളത്തിലൊക്കെ നമ്മൾ ഭ്രാന്തെന്ന് പറയും. അതിന്റെ അടയാളം എന്ന് പറയുന്നത് ഹാലൂസിനേഷനും ഇലൂഷനും. കാണാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കാത്ത ശബ്ദം കേൾക്കുക. അത് പല രീതിയിൽ വരാം. സാധാരണഗതിക്ക് അതാ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രീമാണ് ഈ പറഞ്ഞ സ്കിസോഫീനിയ എന്ന് പറയുന്നത്. സ്കിസോഫീനിയയ്ക്ക് മെഡിസിൻ ആവശ്യമാണ്. അത് മെഡിക്കലി മാനേജബിൾ ആണ്, നോട്ട് ക്യൂറബിൾ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കി വേണം അതിനെപ്പറ്റി ഡയഗ്നോസിസിലോട്ട് വരാനും അതിന്റെ സമയമൊക്കെ നിശ്ചയിക്കാനും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. അപ്പം നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും അവർക്ക് കൊടുത്തുകൂടല്ലോ. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും ക്യൂർ ആവത്തില്ലല്ലോ. അവര് കൂടുതലും ഡിപ്പെൻഡഡ് ആകത്തില്ലേ. അപ്പം നമ്മൾ എങ്ങനെ അത് തിരിച്ചറിയും? അല്ല, ഇമോഷണൽ സപ്പോർട്ടും അതുമായിട്ട് ബന്ധമില്ല. കാരണം മറ്റേതൊരു രോഗമാണ്. അപ്പം ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തോണ്ട് കുറയുകയെന്ന് പറയാൻ പറ്റത്തില്ല. ഇമോഷണൽ സപ്പോർട്ട് ആൾക്ക് ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ആളെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. കുറെ പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് നമ്മള് കൗൺസിലിംഗിന്റെ പ്രോസസ്സും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും. അതിനാൽ പഠിക്കണം, പഠിക്കാൻ പറ്റത്തില്ല. അതിന്റെ പ്രോസസ്സൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് പിന്നെ കൗൺസിലിംഗ് ടെക്നിക്സ്, കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇടപെടേണ്ടത്. ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഇൻസൈറ്റ്സ് കിട്ടും, നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ? മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ച് പ്രാക്ടീസ് കൊണ്ടൊക്കെ നമുക്ക് അത് മനസ്സിലാവും. പ്രാക്ടീസ് കൊണ്ട് പറ്റും, പഠിച്ചു കഴിയും. അതെ, കുറെ ദീർഘവർഷങ്ങൾ നമ്മൾ പിന്നെ ആ ഒരു ഫീൽഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറെ ഇൻസൈറ്റ്സ് കിട്ടും അതിനകത്ത്. കുട്ടികളെയാണോ അതോ മുതിർന്നവരെയാണോ കുറെ കൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പാടുവരുന്നത്? രണ്ടും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ്. നമ്മൾ ആ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ചിലത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഈവൻ കുട്ടികളാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലേ? സാധ്യതയുണ്ട്. ചെറിയ കാര്യമല്ല അപ്പം കൗൺസിലിംഗ്. അല്ല, ഒരിക്കലും നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഫൈനൽ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടണം. അതിനുള്ളൊരു ട്രെയിനിങ് അതാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ. അത്യാവശ്യം പിന്നെ അപ്പൊ അത് നമ്മൾ പഠിച്ച തിയറീസ് ഒക്കെ വെച്ചുകൊണ്ട്
ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് പഠിച്ചെങ്കിൽ ഓരോ ഏജിലും ഉണ്ടാകുന്ന മൈൽ സ്റ്റോൺസ് ആയിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കാണുമായിരിക്കും സൈക്കോ അനാലിസിസിനകത്ത്. അതിനകത്ത് ഫ്രോയിഡിന്റെ പിന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ടോ? ചെറുപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും അല്ലാതെ സ്പിരിച്വൽ ഇഷ്യൂസ് വരാം. പിന്നെ ബൈബിള് പറയുന്നുണ്ട് ഡിമോണിക് അറ്റാക്ക് ഉണ്ടെന്നുള്ള കാര്യം. ഡിമോണിക് ആയിട്ടുള്ള അറ്റാക്കിന്റെ അടയാളങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഡിമോണിക് ആണോ, അതോ സൈക്കോളജിക്കൽ പ്രോബ്ലം ആണോ, അതോ കെമിക്കൽ ഇംബാലൻസ് ആണോ? ഇതൊക്കെ നമുക്ക് പിന്നെ ബൈ പ്രാക്ടീസ് കൊണ്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ചോദിക്കാനും പറ്റത്തുള്ളൂ. അത്രേ സീരിയസ് സ്റ്റഡിയാ. ചോദിച്ചയാളുടെ പേരെന്താ? ജിജി ബിനു. ജിജി ബിനു. ബിനു എന്താ? ജിജി ബിനു എന്താ ചെയ്യുന്നത്? ഞാനോ? ഞാൻ കുവൈറ്റിലാ. ഓ ജിജി ബിനു. ഓക്കെ ഓക്കെ. കുവൈറ്റിലല്ലേ? ഞാനിവിടെ മെഡിക്കൽ ഫീൽഡാണോ? അല്ല, ഞാൻ മെഡിക്കൽ ഫീൽഡേ അല്ല. ഞാൻ ഒരു ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്, കോൺട്രാക്ട് അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മളെ അടുത്ത് വരുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ നമുക്ക് ഇതിനകത്ത് സത്യം ഏതാ ശരിയേതാ നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പോ ഒത്തിരി പേരും ഒരുപാട് കോംപ്ലിക്കേറ്റഡാ മനുഷ്യരെന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്ക്. അവര് നമ്മളെ ചിന്തിക്കുന്നതിലും ഒരുപാട് ഉപരിയായിട്ടാ ചിന്തിച്ച് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മള് ഓരോ തരത്തിലുള്ള മനുഷ്യരാണ്. പിന്നെ നമ്മൾ ആശ്രയിക്കാനും മനുഷ്യരെ നമ്മൾ ജെന്യുവനായിട്ട് അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ബുദ്ധിയോ ഒരുപാട് ടൈപ്പ് സ്പിരിറ്റ് ഉള്ളവരും ആയിരിക്കാം അല്ലേ? ഒരുപാട് ടൈപ്പ് സ്പിരിറ്റ് ഉള്ളവരും ഒക്കെ ആവാം നമ്മളുടെ മുന്നിൽ വരുന്നത് അല്ലേ? നമ്മളത് തിരിച്ചറിയണം. പലതരത്തിലുള്ള ആൾക്കാർ. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളൊന്നുമില്ലേ? എനിവേ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തില് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ വരുന്ന സമയത്ത് യേശു കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഇൻസിഡൻസ് ഒക്കെ എടുത്ത് നമുക്ക് പഠിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നമ്മുടെ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാവം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചൊക്കെ നമുക്ക് പിന്നെ നമ്മളെ തന്നെ എക്വിപ്പ് ചെയ്യാനും ഒക്കെ. ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന്റെ പ്രത്യേകത അതാ. ഞാൻ പഠിച്ചത് സെക്യുലർ ആണെങ്കിലും ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന്റെ ഒരു മാഹാത്മ്യം അറിയുമ്പോഴാണ് അതിന്റെ ഉത്തരം നമുക്ക് മറ്റുള്ള അത് ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആണ് ശരിക്കും. അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. അപ്പം ദൈവം മനുഷ്യരെ കാണുന്ന പോലെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യ ഹൃദയത്തിന് ആശ്വാസമാണ്. അത് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അത് പക്ഷെ നമ്മൾ അതിന്റെ സയന്റിഫിക് മെത്തേഡിൽ പഠിക്കുകയും ഒരു പ്രൊഫഷണലായിട്ട് അത് ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മളെ കൂടുതൽ എക്വിപ്ഡ് ആക്കുക. അത് നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം. അതാ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും മാറാൻ പറ്റും. അപ്പം എനിക്കൊന്ന് ആദ്യത്തെ ക്ലാസ് ആണ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും എന്തെങ്കിലും ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വരിക. കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം. നമുക്ക് ബാക്കിയുള്ള ക്ലാസ് നമുക്ക് അടുത്ത ആഴ്ചയിൽ എടുക്കാം. കൗൺസിലിങ്ങിനെ പറ്റിയുള്ള ബുക്സൊക്കെ വായിക്കാൻ കിട്ടുവാണെങ്കിൽ വായിക്കണം. അതുപോലെ അസൈൻമെന്റ് തരാനുള്ളവർ ഈ ആഴ്ച തന്നെ തരണം. ആരൊക്കെയാണെന്നുള്ളതായാലും നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തോ അസൈൻമെന്റ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യത്തെ ഇൻട്രഡക്ഷൻ ക്ലാസ് ഞാൻ എടുത്ത സമയത്ത് പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് കൗൺസിലിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്? റൈറ്റ് യുവർ സെൽഫ്.
നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ഒരു പേജ് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. വലിയ അസൈൻമെന്റ് ഒന്നും അല്ല അത്. ഓക്കെ പലരും ഓക്കെ തന്നിട്ടുണ്ട് അത്. വരാനുള്ളവരത് എന്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ മതി. നമ്മളെ കുറിച്ച് തന്നെ ഒരു വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കൗൺസിലിംഗ്. ഓക്കെ ഓക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അതിനകത്ത് വരാൻ കാരണം എന്നുള്ളതിനെ പറ്റി ഒരു പേജ്. റൈറ്റ് അബൌട്ട് യുവർസെൽഫ്. നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ എഴുതുക. ഓക്കെ അത് ഈ ആഴ്ച തന്നെ അല്ലാത്തവരത് പിന്നെ അയച്ചു തരണം. എന്റെ നമ്പർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. അതിനകത്ത് അതെ, എന്റെ നമ്പർ ഉണ്ട് അതിനകത്ത് അയച്ചാൽ. ഇത് എത്ര പേജാണ്? 1 or 2? ഒരു പേജും. 1 page. ഓക്കെ. 2 പേജ് എഴുതിയവർക്ക് എഴുതാം. മിനിമം ഒരു പേജ്. നമുക്ക് ഇന്നത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ആരാ പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർ പ്രജീത് ഉണ്ടോ? പാസ്റ്റർ പ്രജീത് പി മാത്യു പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഇടയങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സനയിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കൗൺസിലിംഗ് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ സാറിനെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ് എടുക്കുവാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപ വീണ്ടും പകരണമേ. ഹല്ലേലൂയ, വിദ്യാർത്ഥികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഈ സെമിനാരിയിൽ കൂടെ കർത്താവിന്റെ നാം മഹത്വപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനുമായ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗത്താലും മറ്റ് പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേക കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ അടുക്കൽ വരുന്നവരോട് കർത്താവ് ദൈവവചന പ്രകാരം ഞങ്ങൾ പഠിച്ചത് പ്രകാരമൊക്കെ കർത്താവെ, ഹല്ലേലൂയ, ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപയുടെ മേലും പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത ആഴ്ച കൂടി വരും വരെയും കൃപയിൽ പരിപാലിക്കണം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു സർ. Okay, welcome. Thank you. God bless you all.